ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളന്ന് 3-bit അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടർ ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് ഹോംവർക്ക് ചെയ്താൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ചെയ്തായിരുന്നോ? എത്ര പേര് ചെയ്തു നോക്കിയായിരുന്നു? പുണ്യ ചെയ്തു നോക്കിയായിരുന്നോ? പുണ്യ ചെയ്തിട്ടില്ല. ഫാത്തിമയോ? ഫാത്തിമ പി കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഫാത്തിമ പി കെ ഫാത്തിമ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോന്നാ ചോദ്യം. ഞാൻ പറഞ്ഞത് 3-bit അപ്പ് ഡൗൺ കൗണ്ടർ. അനുരാഗ് ചെയ്തായിരുന്നോ? അനുരാഗ് കെ പറഞ്ഞോളൂ അനുരാഗ്. ഹോംവർക്ക് ചെയ്യണോ? ശ്രമിച്ചു നോക്കി, മനസ്സിലായിട്ടില്ലേ? ഇല്ല, അത് കൺഫ്യൂഷൻ വരുന്നു. ഇതിലെന്താ മനസ്സിലാവാത്ത? ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇതിലെന്താണ് മനസ്സിലാവാത്തത്? അപ്പ് ഡൗൺ കൗണ്ടറിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞേ. നെഗറ്റീവ് എഡ്ജ് ട്രിഗർ വെച്ചിട്ടാണോ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചത്? കേൾക്കുന്നില്ലേ? സാർ. എങ്ങനെയാ? ഇത് വെച്ചിട്ട് തന്നെയാണോ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചത്? സാറ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാ ചെയ്യാം. പക്ഷെ ഇതിന്റെ PDF PPT ഇതിന്റെ ഇത് കാണുന്നില്ലേനു. ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് പിന്നെ ഫുള്ള് ഇതിലെന്താ സംശയം വന്ന? അപ്പ് കൗണ്ടർ എന്താണെന്ന് അറിയാവോ? അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും ഡിസൈൻ ചെയ്യുന്നതിന്റെ ലോജിക് എന്താണ്? ഓർമ്മയുണ്ടായിരുന്നോ അനുരാഗ്? നെഗറ്റീവ് എഡ്ജില് അനുരാഗ് കേൾക്കുന്നില്ല? മറന്നുപോയി. മറന്നുപോയല്ലേ? സാർ ഇഷയോ? ഇഷ ചെയ്ത് ശ്രമിച്ചായിരുന്നോ? ഇഷ സുധീർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശ്രമിച്ചായിരുന്നു 3-bit അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്ത്? മനസ്സിലായോ? എന്തായിരുന്നു ലോജിക്? മനസ്സിലായത്? അപ്പ് കൗണ്ടർ ഇത് ക്ലോക്ക് ക്യൂടെ അല്ല, അപ്പ് കൗണ്ടറിന്റെ അത് ക്യൂ ആയിട്ട് ക്ലോക്ക് കൊടുക്കണമെന്നും പിന്നെ മറ്റേതിന് ക്യൂ ഡാഷും ഡൗൺ കൗണ്ടറിന് ക്യൂ ഡാഷ്. ഇതാണ് ലോജിക്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴൊക്കെയാണ് അപ്പ് കൗണ്ടർ വരുന്നത്, അന്നേരം നമ്മുടെ ക്യൂ ആയിരിക്കണം നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് പോകേണ്ടത് അല്ലേ? ക്യൂ ആയിരിക്കണം ഇവിടുത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് പോകേണ്ടത്. ഡൗൺ കൗണ്ടർ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്യൂ ബാർ ആയിരിക്കും, അതായത് ഇവിടെയുള്ള സാധനം ആയിരിക്കണം ഇവിടേക്ക് പോകേണ്ടത്. അതാണ് ലോജിക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് യൂസ്ഡ് 2 AND ഗേറ്റ്. ഓക്കെ, വി ഹാവ് യൂസ്ഡ് 2 AND ഗേറ്റ്. ഇവിടെയാണ് നമ്മൾ ലോജിക് കൊടുക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഇവിടെ ലോജിക് 1 കൊടുക്കുന്നു വിചാരിക്കാം. ഓക്കെ, ലോജിക് 1 കൊടുക്കുന്നു. ഓക്കെ, ലോജിക് 1. Then here it will be 1. ഓക്കെ, ഇത് 1 ആയിരിക്കും അല്ലേ? ഇത് 1 ആയിരിക്കും. ഈ ഇൻപുട്ടും 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ദിസ് വിൽ ബി 0 ആയിരിക്കും അല്ലേ? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് 0 ആവുന്നത്? കാരണം ഈ നോട്ട് ഗേറ്റ് എന്ത് ചെയ്യും? 1നെ 0 ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ 0 ആയിരിക്കും ഈ AND ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് പോവുക അല്ലേ? അപ്പൊ ഈ AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 മീൻസ് ഈ AND ഗേറ്റ് ഇനാക്റ്റീവ് ആണ്.
ഓക്കെ, ഇവിടെ 1 ആണ് ഈ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട്. നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ക്യൂ ആണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇവിടെ എ ബി സി എന്ന് പറയുന്ന 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എ എന്ന് വിചാരിക്കും. ഓക്കെ, ജസ്റ്റ് ക്യൂ എ എന്താണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് അത് വിചാരിച്ചു. ഇതിപ്പോ നിങ്ങൾക്ക് വേണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്യൂ എ എന്ന് വിചാരിച്ചു. സോ ഹിയർ one of the input will be QA. Okay, one of the input എന്ന് പറയുന്നത് QA. So 1 and QA. That means we AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? QA ആയിരിക്കും. Okay. 0 or QA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ QA ആയിരിക്കില്ലേ? That means whenever the count value, ഇവിടെ നിങ്ങൾ ഒരു count value C എന്ന് വിചാരിച്ചു കൊടുക്കാം. Okay. Whenever count value is equal to 1, then the output of the first flip-flop is taken from the എവിടെ നിന്നാണ് എടുക്കുന്നത്? Q output. ഓക്കെ, അതിന്റെ നോർമൽ ഔട്ട്പുട്ടിൽ നിന്നാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, then suppose consider this C is equal to 0. Okay, C is equal to 0. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? This will be 0. Output will be also 0. Okay, here C is equal to 0 means output of this NOT gate will be 1. 1 ആയിരിക്കും. Okay, so ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ 1 ആയിരിക്കും വരിക. ഓക്കെ, ഹിയർ ഓൾസോ 1. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നിങ്ങളെ ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് QA ബാർ അല്ലേ? QA ബാർ. അപ്പൊ ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? QA ബാർ. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും? QA ബാർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? സിയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് that will be QA bar. Okay, when C is equal to 1, the next flip flop in the clock input എന്ന് പറയുന്നത് എന്തായിരിക്കും? It is QA. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക അല്ലേ? That means C is equal to 1 means it will act as a up counter അല്ലേ? ഇവിടെ C എന്ന് പറയുന്നത് 1 ആകുമ്പോൾ എന്താണ്? This will act as an up counter. Okay, and when C is equal to 0, this will act as a down counter. So we will call this as an up down counter. Simple ആണ് ഇതിന്റെ ലോജിക്. ഈ ഡയഗ്രാം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ലോജിക് ഇവിടെ QA ബാർ ഒരു എപ്പോഴാണ്? C is equal to 0 ആവുന്ന സമയത്ത്. That means whenever C is equal to 0, the the flip flop, that means the counter will be down counter. Okay, whenever C is equal to 1, the counter will be up counter. Okay, so this is a 3-bit up down counter. Simple ആയി. ഒന്നും കൂടെ നിങ്ങൾ ഇതൊന്ന് വരച്ചിട്ടൊന്ന് ഇതിന്റെ ഡയഗ്രാം ഒന്ന് വരച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3-bit up down counter. Then നെക്സ്റ്റ് നമുക്കൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. That is synchronous counter. Okay, what is synchronous counter? എന്തായിരുന്നു synchronous counter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? What is synchronous counter? What is synchronous counter? Anybody? What is synchronous counter? What is synchronous counter? ഓർമ്മയില്ല? Anybody? What is synchronous counter? Synchronous counter. What is? Anjita, what is synchronous counter? Anjita, എന്തായിരുന്നു synchronous counter? പറഞ്ഞോ. What is synchronous counter? ഓർമ്മയില്ല. അറിയില്ലേ? അസിൻക്രണസ് കൗണ്ടർ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഇല്ല. പഠിക്കലൊന്നും ഇല്ലേ?
Agna, what is the difference between synchronous counter and asynchronous counter? Agna P. Agna. Synchronous counter means same clock pulse will be given to all the flip flop. Okay, in asynchronous counter, നമ്മൾ എന്താ ചെയ്യും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് എടുത്തിരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സിങ്ക്രണസ് കൗണ്ടർ വി വിൽ യൂസ് ദ സെയിം ക്ലോക്ക് പൾസ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് സെയിം ക്ലോക്ക് പൾസ്. അതിനെയായിരുന്നു നമ്മൾ സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണിത്. In this counter, the count pulse are applied directly to the control inputs of all the flip flop. Okay, so that is what the synchronous counter. Now we are going to design a synchronous counter. Okay, നമ്മൾ ഒരു synchronous counter ആണ് ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. So this is the design procedure for design a synchronous counter. Actually, compared to asynchronous counter, design of synchronous counter is somewhat complicated. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ് നമ്മുടെ സിങ്ക്രണസ് കൗണ്ടറിന്റെ ഡിസൈൻ എന്നുള്ളത്. ഓക്കെ, സോ വി കൻ സി ഹൗ വി വിൽ ഡിസൈൻ ദ സിങ്ക്രണസ് കൗണ്ടർ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഫോർ ഡിസൈനിങ് ദ സിങ്ക്രണസ് കൗണ്ടർ. Okay, we can see what are the steps that are required to design a synchronous counter. So first, suppose they one question asked, design a synchronous counter with the n bit number. Like that, they asked the question. Then your first step is to determine the number of flip-flop needed for designing that counter. Okay, so that is the first step. Okay, for designing a synchronous counter, first you need to determine the number of flip-flop needed to design that counter. Okay, so that is the first step. Then in the next step, you need to find the type of the flip-flop that is used for designing the flip-flop. Okay, so next you need to find the type of the flip-flop. There are different types of flip-flops are there. For design synchronous counter, you can use all these types of flip-flop. Okay, so next step is you need to find the type of the flip-flop. Then after finding the type of the flip-flop, you need to write the excitation table for the flip-flop. Okay, so first we need to determine how many flip-flops are required to find design the counters. Okay, then after that you need to find that which type of flip-flop we are used for designing that counters. Then you need to write the excitation table corresponding to that flip-flop. Then you need to determine the state diagram. Okay, then after determining the state diagram, you need to create an excitation table for the counter. Okay, then from that excitation table, you need to find the K-map. That means you need to find the simplified Boolean expression by using K-map simplification. Okay, from that Boolean expression, finally you need to decide or you need to draw the logic diagram. Okay, so these are the different steps required to design a synchronous counter. Okay, what are the steps? First, you need to determine the number of flip-flops that are used for designing the counter. Then next, you need to find the type of the flip-flop. Okay, type of the flip-flop to be used. Then write the excitation table corresponding to that flip-flop. Then determine the state diagram. Then from that, you need to create an excitation table for the counter that you are going to design. Okay, so from that excitation table, you need to generate a Boolean expression. So for generating that Boolean expression, you can use this K-map simplification method. Okay, so after getting that Boolean expression, you can draw the
logic diagram. Okay, so this is the different steps required to design a synchronous counter. Okay, so compared to asynchronous counter, it is somewhat complex process. Okay, designing is somewhat complex. Now we can see how we will design a synchronous counter. Okay, so this is the question. We need to design a 2-bit asynchronous counter. Okay, 2-bit asynchronous counter. So how we will design the step? So in the first step, what is the first step for design an asynchronous counter? The first step is determine the number of flip-flops needed. Okay, so to design a 2-bit synchronous counter, 2-bit synchronous counter നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? എത്ര വേണ്ടി വരും? എനിബഡി? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും 2-bit synchronous counterന്? Correct, it is 2. Okay, for 2-bit synchronous counter, 2 flip flops. അപ്പോൾ first step okay അല്ലേ? First step okay. That means determine the number of flip flops. That is. Then next, you need to find the type of flip flop. Okay. So here you can use any flip flop. No restriction for that. Okay. Here in this design we can use JK flip flop. Okay, we can use this JK flip flop. Okay. അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. That means first determine the number of flip flop. So that is നമ്മൾ കണ്ടുപിടിച്ച് 2 ആണെന്ന്. നമുക്ക് ഇവിടെ ഉള്ള കേസിൽ സിങ്ക്രണസ് കൗണ്ടറിന്റെ കേസിൽ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്സും യൂസ് ചെയ്യാം. സോ വി ആർ യൂസിങ് JK flip flop. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. Then next you need to find the excitation table for the corresponding flip flop. So അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇൻ ദ 4th യൂണിറ്റിന്റെ ലാസ്റ്റും 5th യൂണിറ്റും എല്ലാം നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യു നീഡ് ടു ഫൈൻഡ് ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു the flip flop. Here we have selected the JK flip flop. So we need to write the excitation table corresponding to JK flip flop. JK flip flop in the excitation table ഒന്ന് പറഞ്ഞേ, ആരാ പറയുക? Excitation table ആരാ പറയുക? Excitation table JK flip flop 0 0 when Qn is equal to 0 and Qn plus 1 is equal to 0. So what will be the value of J and K? Anybody? What will be the value of J and K? മറച്ചു നോക്ക് വേഗം, നോട്ട്സ് എടുത്തിട്ട്. ദേവിക, what will be the value? J and K. The excitation table. പറഞ്ഞോളൂ, JK flip flop in the excitation table. Devika KP. When Qn is equal to 0 and Qn plus 1 is equal to 0. J and K value എന്താ ദേവിക? JK flip flop in the case അല്ലേ? വേഗം പറയൂ. സർ അറിയില്ല. അറിയില്ലേ? പുസ്തകം എടുത്ത് മറിച്ച് നോക്ക്, മുന്നിൽ പുസ്തകമില്ലേ? വേഗം. J0. Oh, J0. Then K? K not. K? Invalid not. K? Invalid. ഇൻവാലിഡ്. അതിന് ഞാനൊരു സിമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സിമ്പിളിന്റെ പേര്? നോട്ട് എന്നാണോ? അല്ലേ? എക്സ് ആണോ അത്? ക്രോസ്. അതിന്റെ പേരെന്താണ്? അതിന്റെ മീൻ ചെയ്യുന്നത് എന്താണ്? ഡോണ്ട് കെയർ. ഓക്കെ ഓക്കെ. Then 0 1. 0 1.
What is J? J1. K. K don't care. Don't. Then 1 0. J don't care. 1 0. J Don't care. care. K1. K. Then 1 1. J don't care. K0. Okay. So നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ആയി അല്ലേ? This is the excitation table corresponding to the JK flip flop. Okay. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പായി? Flip flops in the count determine ചെയ്തു. Then we have selected JK flip flop. Then we have written the excitation table corresponding to the JK flip flop. Next we need to determine the state diagram. Okay, state diagram. Okay, here in this 2-bit counter value എന്തായിരിക്കും 2-bit counter? Initially it will 0 0, then 0 1, then 1 0, then 1 1. Okay, maximum value is 1 1. Then that will be repeat. Okay, so what are the different states in this state diagram? First state is 0 0, next state is 0 1, the next state is 1 0, then last state is 1 1. From this 1 1, it will goes to 0 0. Okay, so these are the different states present in this state diagram. 2-bit synchronous counter. Counter initially 0 0 ആയിരിക്കും value, then it will be 0 1, then 1 0, then it will be 1 1. Okay, 1 1 now. So ഇതാണ് നമ്മുടെ different state. So based on this value, we need to find the state diagram. Okay, corresponding to these synchronous 2-bit counter. Okay, so this is the state diagram corresponding to that. Okay, initially it was 0 0, then for the next clock pulse it will be 0 1, then during the next clock pulse it will be 1 0, then next clock pulse it will be 1 1, then next clock pulse it will be 0 0. ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാംസ് വരിക അല്ലേ? ഇനീഷ്യലി അത് 0 0 അല്ലേ? കൗണ്ടറിന്റെ വാല്യൂ 0 അല്ലേ? 2-bit കൗണ്ടറിന്റെ വാല്യൂ initially 0 0, then 0 1, then during the next clock pulse 1 0, then 1 1, then next clock pulse it will be 0 0 again. ഈ രീതിയിലായിരിക്കും നമ്മുടെ കൗണ്ടർ. So this is the state diagram corresponding to that 2-bit synchronous counter. Okay, അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു. So number of flip flops selected, flip flop identify ചെയ്തു, excitation table draw ചെയ്തു, we found the state diagram. Then next step is make the excitation table for the counter. So you need to create the excitation table for the counter. Okay, so that means you need to design the excitation table corresponding to these 2-bit synchronous counter. Okay, അതിനു വേണ്ടിയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ ആണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കൗണ്ടറിന്റെ എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, ദിസ് ഈസ് ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു 2-bit സിങ്ക്രണസ് കൗണ്ടർ. അതില് പ്രസന്റ് പ്രീവിയസ് സ്റ്റേറ്റ് ഓർ അവർ കറണ്ട് സ്റ്റേറ്റ് എന്ന് ഉണ്ടാവും, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ here we are using 2 flip flops J1 J0 and K1 K0. രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, സപ്പോസ് നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുക പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 ആണെന്ന് വിചാരിക്കാം. 0 0 ഓർ പ്രീവിയസ് സ്റ്റേറ്റ് 0 0. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതായിരിക്കും? ഫ്രം ദിസ് സ്റ്റേറ്റ് ഡയഗ്രാം യു ക്യാൻ ഫൈൻഡ് ദാറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് വാട്ട്? നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്രസന്റ് സ്റ്റേറ്റ് ഈസ് 0 0. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? ഇറ്റ് ഈസ് 0 1. ഓക്കെ, സോ ഇറ്റ് ഈസ് 0 1 0 1.
Okay. Then suppose present state is 0, 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതായിരിക്കും? 0, 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് 1, 0. 1, 0. Then present state assume ചെയ്യുക 1, 0 ആണെന്ന്. Then next state will be 1, 1. Okay. Then 1, 1 ആണ് present state എന്ന് assume ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? പ്രസന്റ് സ്റ്റേറ്റ് മീൻസ് നമ്മുടെ ഇപ്പോഴുള്ള അല്ലെ പ്രീവിയസ് സ്റ്റേറ്റ് ആ ഒരു രീതിയിൽ. സപ്പോസ് പ്രീവിയസ് സ്റ്റേറ്റ് അല്ലെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1, 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? 0, 0 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ present or previous state and next state. Okay, from these two state transition you need to find the value of J1, K1 and J0, K0. Okay. Suppose Qn 0 ആണ് അല്ലെ, പ്രസന്റ് സ്റ്റേറ്റ് Q1 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് Q1 0 ആണ്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും? പ്രസന്റ് സ്റ്റേറ്റ് Q1 0, നെക്സ്റ്റ് സ്റ്റേറ്റും Q1 0. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ജെയുടെ അല്ലെ J1ന്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 0, 0 വരുമ്പോൾ നമുക്കറിയാം ജെയുടെ വാല്യൂ എന്താണ്? ദാറ്റ് വിൽ ബി 0 അല്ലെ, 0 അല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതുക 0 based from the excitation table of the JK flip-flop. JK flip-flopന്റെ എക്സൈറ്റേഷൻ ടേബിൾ നോക്കിയിട്ട് നമുക്ക് J1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് പ്രസന്റ് സ്റ്റേറ്റ് ഇപ്പോൾ 0 ആണ്, ഓക്കെ, ഓർ പ്രീവിയസ് സ്റ്റേറ്റ് ഓർ കറണ്ട് സ്റ്റേറ്റ് whatever it is 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റും അതേ Q1ൻ്റെത് 0 ആണെങ്കിൽ അതിന്റെ ജെയുടെ വാല്യൂ എന്താണ്? 0 ആയിരിക്കും. അപ്പൊ J1ന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി അസ്യൂം ചെയ്യുക പ്രസന്റ് സ്റ്റേറ്റ് 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. അങ്ങനെയുള്ള സമയത്ത് കെയുടെ വാല്യൂ എന്താണ്? 0, 0 വരുമ്പോൾ കെയുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഡോണ്ട് കെയർ. ഓക്കെ, സോ K1 നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? Can write it as don't care. Don't care. Okay. Then ഇനി അടുത്ത J0യും K0യും നോക്കാം. That means based on the value of Q0, previous Q0 and next Q0. Okay. ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രീവിയസ് സ്റ്റേറ്റ് Q0 എന്താണ്? 0 ആണ് അല്ലെ. നെക്സ്റ്റ് Q0 എന്താണ്? ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് Q0 1 ആണ് വന്നിരിക്കുന്നത്. That means 0 to 1 അല്ലെ. Qn 0 ആണ്, Qn plus 1 1 ആണ്. സോ 0, 1 ആകുമ്പോൾ എന്തൊക്കെയാണ് ജെയുടെയും കെയുടെയും വാല്യൂ വരുന്നത്? ജെയുടെയും കെയുടെയും വാല്യൂ വരുന്നത് 1 don't care അല്ലെ. അപ്പൊ അത് എഴുതുക 1 don't care. So this is 1 and this is don't care. Then next നോക്കുക നിങ്ങൾ അടുത്തത് 1, 1. Okay, present state 1, next state 1, then 1, 1 അല്ലേ. അപ്പോൾ 1, 1 വരുമ്പോൾ എന്താണ് ജെയുടെയും കെയുടെയും വാല്യൂ? From this excitation table we can find that it is don't care 0. അത് ഇവിടെ എഴുതി കൊടുക്കുക don't care 0. ഓക്കെ, ഇനി അടുത്ത പ്രസന്റ് ഇപ്പോൾ അടുത്ത് നോക്ക് Q1 1 ആവുന്നു. ഇവിടെ Q1 നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് 1, 0. 1, 0 വരുമ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്റ്റേറ്റ് ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത്? 1, 0, 1, 0 വരുമ്പോൾ ഇറ്റ് ഈസ് ഡോണ്ട് കെയർ ആൻഡ് 1. സോ അത് അവിടെ എഴുതി കൊടുക്കുക ഡോണ്ട് കെയർ ആൻഡ് 1. ഓക്കെ, അപ്പോൾ J1ന്റെയും K1ന്റെയും കണ്ടുപിടിച്ചു ഫ്രം Q1. Okay. Similarly, same procedure use ചെയ്തിട്ട് you need to find J0 and K0 value. Okay, J0 and K0 value from the state change of Q0, current Q0യും next Q0ന്റെയും വാല്യൂ വെച്ചിട്ട് നമ്മൾ J0യുടെയും K0യുടെയും വാല്യൂസ് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് നോക്കാം. So here Q0 is 0, but here it is 1. That means
Q0 is changing from 0 to 1. So 0 to 1, the value of JK is 1, don't care. Okay. So that is that. So it is 1, don't care. Okay. The next one is 1, 0. Current Q0 1 ആണ്, next Q0 0 ആണ്. 1, 0 വരുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്? It is നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1, 0 വന്നു കഴിഞ്ഞാൽ it is don't care 1. Don't care 1. Okay. Then next is 0, 1. Okay, 0, 1. 0, 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തത് വരിക? 0, 1 വന്നു കഴിഞ്ഞാൽ 0, 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. It is 1, don't care. It is 1, don't care. Okay. Then next നമുക്ക് എന്ത് ചെയ്യാ വരുന്നത്? 1, 0 അല്ലേ? Q0 ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. So 1, 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ വരിക? 1, 0. That is don't care 1. Okay. So don't care 1. ഇതാണ് നമ്മുടെ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദിസ് 2-bit synchronous up counter. Okay. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ എത്ര ബിറ്റ് ആണോ ഉള്ളത് അതിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്, കറണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ് അല്ല പ്രീവിയസ് ഔട്ട്പുട്ട് സ്റ്റേറ്റ് എഴുതുക, നെക്സ്റ്റ് കോളം നെക്സ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ് എഴുതുക, ദെൻ അതിന്റെ ഇൻപുട്ടുകൾ കൊടുക്കുക അല്ലേ? സോ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് വി ആർ യൂസിങ്, സോ 2 JK flip flops, that means J1 K1 and J0 K0, 2 JK flip flops are there. Then you need to find the excitation table. So Q1 state change ചെയ്യുമ്പോൾ 0-ൽ നിന്ന് 0-ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ J1 K1 കണ്ടുപിടിക്കാം. Similarly Q0-യുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ you need to find J0 and K0 from the value that is from this from the excitation table of JK flip flop. JK flip flopന്റെ excitation table നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൗണ്ടറിന്റെ excitation table കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ എത്ര സ്റ്റെപ്പായി? സോ നമ്മൾ excitation table ക്രിയേറ്റ് ചെയ്തു. Then from this excitation table you need to create a Boolean expression. So for that you can use K-map simplification method. ഈ excitation table നിന്ന് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. J1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, K1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, J0-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. സിമിലർലി K0-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ദിസ് K-map. ഓക്കെ, K-map സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ഫോർ ഫൈൻഡിങ് the Boolean expression corresponding to J1, K1, J0, K0. Okay. അപ്പോൾ ഇതാണ് 4 K-map നമുക്ക് യൂസ് ചെയ്യാം. Okay, we can use 4 K-map. Okay. 2, 3, 4. Okay, we are using 4 K-map. 4 K-map യൂസ് ചെയ്യാം. Okay. അപ്പോൾ നമുക്ക് പറയാം first one. Okay. This is corresponding to J1. Okay, this is corresponding to K1, J2, K2. Okay. അപ്പോൾ J1-ല് എന്തൊക്കെയാ വരുന്നത് നിങ്ങൾ നോക്കിയേ. J1-ല് ഇത് Q1, Q0, Q1, Q0, Q1, Q0. ഓക്കെ, Q1, Q0 ഈ രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റുകൾ എഴുതിയിരിക്കുന്നത്. Q1, Q0, Q1, Q0 എന്നുള്ള രീതി. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ രീതിയിലായിരിക്കും നമ്മൾ സ്റ്റേറ്റുകൾ. കാരണം Q1 ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അല്ലേ? Q1 then Q0, ആ ഒരു ഓർഡറിൽ ഇവിടെ എഴുതുക. Q1, Q0, Q1, Q0, Q1, Q0, Q1, Q0. ഓക്കെ, അപ്പൊ J1-ല് എന്താണ് വരുന്നത്? 0, 0. Q1-ഉം Q0-ഉം 0, 0 വരുമ്പോൾ എന്താണ് J1-ന്റെ വാല്യൂ? J1 is also 0 അല്ലേ? 0 ആണ് വരുന്നത്. പിന്നെയോ 0, 1 വരുമ്പോഴോ? 0, 1 വരുമ്പോൾ J1 1 ആണ് വരുന്നത്. ഓക്കെ, J1 1 ആണ്. Then 1, 0 വരുമ്പോൾ J1
ഡോൺ കെയർ ആണ് വരുന്നത് അല്ലേ? ഡോൺ കെയർ അല്ലേ 10 വരുമ്പോൾ J1 വരുന്നത്? ഡോൺ കെയർ ആണ്. 11 വരുമ്പോൾ എന്താണ് വരുന്നത്? 11 വരുമ്പോൾ J1 again ഡോൺ കെയർ ആണ് വരുന്നത്. സെലക്ട് ചെയ്ത് മനസ്സിലായോ? അതായത് 0 0 J1 0, 0 1 J1 1, 1 0 J1 ഡോൺ കെയർ, 1 1 J1 ഡോൺ കെയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കെ മാപ്പ് കിട്ടും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നോർമൽ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് യു ക്യാൻ സിംപ്ലിഫൈ ദിസ് കെ മാപ്പ്. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം, മാക്സിമം ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ 1 വരുന്ന ടേമിൽ ഗ്രൂപ്പ് ചെയ്യണം. സോ ഈ രണ്ടെണ്ണം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ആ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? J1 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? J1 ഈസ് ഈക്വൽ ടു ഇവിടെയല്ലേ വരുന്നത് അല്ലേ? ഇത് രണ്ടും 0 ആയിപ്പോൾ. ദാറ്റ് മീൻസ് J1 ഈസ് ഈക്വൽ ടു Q0. Okay, J1 is equal to Q0. Similarly, you need to find K1. Okay, you need to find K1, K2 is J2 and K2. Okay, നിങ്ങൾ J1 ഉം K1 ഉം ഫൈൻഡ് ചെയ്ത പോലെ തന്നെ K1 ഉം J2 ഉം K2 ഉം ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്ക് ഇതൊന്ന് ചെയ്തു വെക്കണം. J1-ന്റെയും K1-ന്റെയും J2-ന്റെയും K2-ന്റെയും ബൂളിയൻ എക്സ്പ്രഷൻസ് നിങ്ങൾ കെ മാപ്പ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഹോംവർക്കാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ മെത്തേഡ് വെച്ചിട്ട് ഈ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് നമുക്ക് J1-ന് ഞാനിപ്പോൾ ബൂളിയൻ എക്സ്പ്രഷൻ J1 is equal to Q0 എന്ന് കണ്ടുപിടിച്ചതുപോലെ യു നീഡ് ടു ഫൈൻഡ് ദ ബൂളിയൻ എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു K1. Similarly, J0 and K0 by using these K map. Okay, ഈ K map യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബൂളിയൻ എക്സ്പ്രഷൻ അടുത്ത ക്ലാസ്സിൽ കഴിയുമ്പോഴേക്കും ചെയ്തു തരാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ബാക്കി ഡിസൈൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പം നമ്മൾ അപ് ടു K map സിംപ്ലിഫിക്കേഷൻ വരെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ K map സിംപ്ലിഫിക്കേഷൻ കൂടെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി വി ക്യാൻ ഡ്രോ ദ ലോജിക്കൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വേഗം തന്നെ ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, നാളെ വരുമ്പോൾ നിങ്ങൾ ഇനി കാണിക്കേണ്ടി വരും, സ്ക്രീന് ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ നോട്ടിൽ ഇത് ചെയ്ത് നോക്കുക, അതെനിക്ക് ഷെയർ ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും K മാപ്പ് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. Abhinand. Present. Abhinav. Present, sir. Abhiram. Present, sir. Agna. Present, sir. Akhila. Present, sir. Achal. Present, sir. Akarsh. Present, sir. Gokul. Present, sir. Akshara. Present, sir. Alvin. Present, sir. Anshita. Present, sir. Anujit. Present, sir. Anurag. Present, sir. Arunima. Present, sir. Ashbin. Present, sir. Ashwin. Present, sir. Ashwin. Present, sir. Ashwin Pavitran. Present, sir. Ashwin. Present, sir. Ashwin TK. Present, sir. Ashwati VK. Present, sir. Atul. Present, sir. Deepika.
ദേവിക. Present, sir. Present, sir. Deepika present. ദീപിക പ്രസന്റ് ആണ് അല്ലേ? ദേവിക. Present, sir. ഫാത്തിമ. Present, sir. ഫാത്തിമ പിക്ക് പ്രസന്റ് ആണോ? Yes. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താ ആൻസർ പറയാ? Sir, മിസ്ബ. आपको ചോദിച്ചു ഞാൻ കേട്ടു. മിസ്ബ. Present, sir. സഹല. Present, sir. ഷിബിലിയ. Present, sir. സുഹറ. Present, sir. ഗാഥ. Present, sir. ഗോപിക. Present, sir. ഇഷ. Present, sir. കിരൺ. മാളവിക. നബിൽ. Present, sir. ആരാണ്? നബിലാണോ? നബിൽ. Present. നബിൽ പ്രസന്റ് ആണോ? Present. മുഹ്സീന. Present, sir. മുഹ്സിൻ. Present, sir. ഫഹദ്. Present, sir. സദഫ്. സഹൽ. Present, sir. നന്ദന. Present, sir. നേഹ. Present, sir. നിഹാരിക. Present, sir. നിർമ്മൽ. Present, sir. നിവേദിത. Present, sir. നൈനിക. Present, sir. പുണ്യ. Present, sir. രജത്. Present, sir. സഹില. Present, sir. സാരൻ. Present, sir. ഷാന ഷെറിൻ. Present, sir. ഷനിൽ. Present, sir. ഷോണിൻ. Present, sir. സിദ്ധാർത്ഥ് സുനിൽ. സിദ്ധാർത്ഥ് പ്രേമൻ. Present, sir. രണ്ടുപേരും ഉണ്ടോ? സിദ്ധാർത്ഥ് സുനിലും സിദ്ധാർത്ഥ് പ്രേമനും? സിദ്ധാർത്ഥ് സുനിലുണ്ട്. ഓക്കെ. സിദ്ധാർത്ഥ് പ്രേമൻ. സിദ്ധാർത്ഥ് പ്രേമൻ ആബ്സെന്റ് ആണോ? സൗരവ്. പ്രസന്റ് സാർ. ശ്രീരജ്. Present, sir. സൈഫൽ. Present, sir. വർഷനാഥ്. Present, sir. വിഘ്നേഷ്. Present, sir. വിഘ്നേഷ്. വിശ്രുത്. പ്രസന്റ് സാർ. പ്രണവ്. Present, sir. സിലിയ. Present, sir. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യണം. ഇതിന്റെ എല്ലാ കാമാപ്പിന്റെയും ബൂളിയൻ എക്സ്പ്രഷൻ നാളേക്ക് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. സാർ ഓ Q1 Q0 രണ്ടെണ്ണം ഇല്ലേ? ഓ Q1 Q0 രണ്ടെണ്ണം. ഇത് പ്രസന്റ് സ്റ്റേറ്റ്, ഇത് പ്രസന്റ് സ്റ്റേറ്റ്, ഇത് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെ? നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പൊ വരക്കുമ്പോ ഏതാ, ഓ ഏത് സ്റ്റേറ്റ്? അതെ, നമ്മൾ J1-ന്റെയും K1-ന്റെയും J2-ന്റെയും K2-ന്റെയും ബൂളിയൻ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. J1-ന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ
Q1 Q0. ഇപ്പുറത്തെ അല്ല. ഇത് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ല. അല്ല, ഇത് കണ്ടില്ലേ ഫസ്റ്റിലുള്ള പ്രീവിയസ് സ്റ്റേറ്റിലെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് കാണുന്നില്ലേ? ആ അത് വെച്ചിട്ട് മനസ്സിലായില്ലേ? പ്രസന്റ് സ്റ്റേറ്റ് വെച്ചിട്ട് J1 K1 J0 K0 ഇതിന്റെ എല്ലാം ബൂളിയൻ എക്സ്പ്രഷൻ വരച്ചു വെക്കുക കേട്ടോ. ആ ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇത് വരയ്ക്കുന്നതിന് ഡൗട്ട് ഉണ്ടോ? പ്രസന്റ് സ്റ്റേറ്റ് വെച്ചിട്ട് എല്ലാവരും അത് വരക്കുക, എന്നിട്ട് നമുക്ക് അളക്കാം. അപ്പോൾ താങ്ക് യു.